പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അനി ജോർജ്. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ്. വിവാഹിതനും 6 മക്കളുടെ അപ്പനുമാണ്. കഴിഞ്ഞ 38 വർഷങ്ങളായി ദൈവവചന ശുശ്രൂഷ മേഖലകളിൽ മുഴുവൻ സമയവും ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ജപമാല പ്രാർത്ഥനയോടുള്ള വിശ്വാസവും ആരംഭിക്കുന്നത് ഈജിപ്തിൽ വെച്ചാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കുഞ്ഞുനാൾ മുതൽ ഒരു ദൈവാന്വേഷണം നയിച്ച വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തണമെന്നുള്ള തീവ്രമായ ആഗ്രഹം എൻ്റെ സ്വന്തം അമ്മയിൽ നിന്ന്, അമ്മയുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുള്ള ഒരു സുഹൃതമായിട്ട് ഞാൻ കാണുന്നു. ദൈവത്തെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം 4ാം ക്ലാസ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ആദ്യമായി യേശുവിനെക്കുറിച്ച് അറിയാൻ ഒരു സാഹചര്യമുണ്ടാവുന്നത്. പിന്നീട് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെത്തുമ്പോഴാണ് 1982 എൻ്റെ അപ്പൻ വിദേശമന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി 3 വർഷക്കാലം ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ നഗരത്തിൽ ഇന്ത്യൻ എംബസിയിലേക്ക് പോകാനായിട്ട് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കുടുംബസമേതം ഈജിപ്തിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് തിരുക്കുടുംബത്തിന് ഈജിപ്തിലേക്കൊരു പലായനമുള്ളതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. എൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടി ദൈവം പ്രത്യേകമായി ഞങ്ങളെ ഈജിപ്തിലേക്ക് നയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈജിപ്തിലെത്തുമ്പോൾ അതൊരു മുസ്ലിം രാജ്യമാണ്. അവിടുത്തെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എന്നെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നൊരു ചിന്ത ഉള്ളിലുണ്ടായപ്പോഴാണ് ഈജിപ്തിലെ വിദേശികൾ പഠിക്കുന്ന ഒരു അറബിക് കോളേജിൽ ചേരാനായിട്ട് അമ്മ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ആ കോളേജിൽ വെച്ചാണ് ഒരു 3 ഇറ്റാലിയൻ ബ്രദേഴ്സിനെ ഞാൻ പരിചയപ്പെടുന്നു. അവർ ഇറ്റലിയുടെ സുഖസൗകര്യങ്ങളിൽ നിന്നൊക്കെ മാറി വൈദികരാകാനും ആഫ്രിക്കൻ മിഷണറിയോട് ചേർന്ന് പ്രവർത്തിക്കാനും ഭാഷ പഠിക്കാൻ വന്ന 3 ബ്രദേഴ്സായിരുന്നു. ഹൈന്ദവനായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങുന്നത് ഈ 3 ബ്രദേഴ്സിൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണ്. അവരുടെ കണ്ണുകളിലും അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പെരുമാറ്റത്തിലൊക്കെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉത്തേജനം നിറഞ്ഞു നിന്നിരുന്നു. ഈശോ നമുക്ക് നൽകുന്നൊരു വെല്ലുവിളിയാണല്ലോ, നിങ്ങളെ കാണുന്നവർ എന്നെ കാണട്ടെ എന്നുള്ള വെല്ലുവിളി. അങ്ങനെ ആ ബ്രദേഴ്സിൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങി ഞാൻ അവിടെ സമാലിക് എന്ന് പറയുന്ന സ്ഥലത്തൊരു കാത്തലിക് ചർച്ചുണ്ട്. സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ് ചർച്ചിൻ്റെ പേര്. എല്ലാ ദിവസവും വൈകിട്ട് അവിടെ ഒരു കുർബാനയുണ്ട്. കുർബാന എന്തെന്നറിയാത്ത ഹൈന്ദവനായ ഞാൻ ആദ്യമായിട്ട് കുർബാനയ്ക്ക് പോകുന്നത് ആ പള്ളിയിലാണ്. അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയൊന്നും ദേവാലയത്തിന് പുറത്ത് ഗ്രോട്ടോകളൊന്നും പണിയാൻ അനുവാദമില്ല. അടിയന്തരാവസ്ഥയായതുകൊണ്ട് ദേവാലയത്തിനൊക്കെ മുൻപിൽ മെഷീൻ ഗണ്ണ് പിടിച്ചിട്ടുള്ള പട്ടാളക്കാരും സംവിധാനവുമാണ് അവിടെ. അപ്പം ആ ദേവാലയത്തിനകത്ത് ഒരു കുഞ്ഞു റൂമിനകത്ത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു മനോഹരമായൊരു രൂപമുണ്ട്. കുർബാനയ്ക്ക് വരുന്ന വ്യക്തികൾ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപത്തിൻ്റെ മുൻപിൽ ഇരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നത്. അച്ചടിച്ച പ്രാർത്ഥനകളൊന്നും എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്ന് ഒരമ്മയെപ്പോലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് ഏറെ സമയം ഞാൻ പറയാറുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് ബൈബിള് കിട്ടുന്നത്. ബൈബിള് വായിച്ചു തുടങ്ങിയപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ ഈ സംശയങ്ങളുടെ മുൻപിൽ മനസ്സ് പതറാതെ പരിശുദ്ധ അമ്മയുടെ കണ്ണിലേക്ക് നോക്കി, സ്നേഹമുള്ളവരെ, എൻ്റെ സംശയങ്ങളും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാതാവിനോട് പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ മാതൃഭക്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഈജിപ്തിലെ ഈ ദേവാലയത്തിൽ വെച്ചാണ്. അങ്ങനെ ബ്രദേഴ്സ് എന്നെ ജപമാല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ജപമാല കയ്യിലെടുക്കുന്നതും ജപമാല മുറുകെ പിടിക്കാൻ ആരംഭിക്കുന്നതും ഈജിപ്തിൽ വെച്ചാണ്. പിന്നീട് ആ ദൈവാന്വേഷണത്തിൻ്റെ പൂർത്തീകരണം ഈജിപ്തിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം വിശുദ്ധ കുർബാനയാണ്. അനശ്വരമായ നിത്യജീവൻ ലക്ഷ്യം വെച്ച് ഈ ലോക ജീവിതത്തിൽ ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള തിരിച്ചറിവും, ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യവും, പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിനെ നോക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു ജീവിതമുണ്ടെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ എൻ്റെ അന്വേഷണത്തിൻ്റെ പൂർത്തീകരണം യേശുവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ വരികയും അങ്ങനെ 85 ഡിസംബർ 22 ഈജിപ്തിലെ ആ ക്രൈസ്തവ ദേവാലയത്തിൽ വെച്ച് അക്രൈസ്തവനായിരുന്ന ഞാൻ മാമോദിസായിലൂടെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയും ചെയ്തു. എൻ്റെ ആത്മീയ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അനുഭവിക്കാൻ സാധിച്ചത് ഈജിപ്തിലെ എൻ്റെ ജീവിതമാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പരിശുദ്ധ കന്യകാമറിയം ഈജിപ്തിൽ താമസിച്ച സ്ഥലങ്ങളുണ്ട്. ഹെറോദോസിനെ പേടിച്ച് ഈജിപ്തിൽ താമസിച്ച സ്ഥലങ്ങൾ അവിടെയുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോഴും അതുപോലെ തന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നൊരു സ്ഥലം അവിടെ ഹെലിയോപോളിസ് എന്ന് പറയുന്നൊരു ദേവാലയത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ സന്ദർശിക്കാൻ നേരത്ത് മാതൃസ്നേഹത്തോടും ജപമാല ഭക്തിയോടുള്ള സ്നേഹം വർദ്ധിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 87 ജനുവരിയിൽ ഞാൻ ഈജിപ്തിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടെത്തുമ്പോൾ ഒരു വലിയ തറവാട്ടിൽ നിന്ന് എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ച് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ആദ്യമുണ്ടായത് തിരസ്കരണങ്ങളാണ്. അത് യേശുവിനെ അനുഗമിക്കുന്നവർക്കുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് പലപ്പോഴും തിരസ്കരണങ്ങളെ ഞാൻ കാണുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ ആരംഭിക്കുന്നത് നാട്ടിലേക്ക് തിരിച്ചു വന്ന എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്, സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്. ഇവിടെയൊക്കെ വിശ്വാസം ചോർന്നു പോകാതെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയ വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ എന്നെ സഹായിച്ചത് തീർച്ചയായിട്ടും അമ്മയോടുള്ള സ്നേഹവും ജപമാല ഭക്തിയും തന്നെയാണെന്ന് ഏറ്റവും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു ജോലി സംബന്ധമായിട്ട് വരികയാണ്. തൃശ്ശൂർ എനിക്ക് ഒരാളെയും പരിചയമില്ലായിരുന്നു. അന്ന് തൃശ്ശൂർ രൂപതയുടെ ബിഷപ്പായിരുന്ന കുണ്ടുകുളം പിതാവിനെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. പിതാവും എന്നെ ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി എന്നെ സഹായിച്ചു. അതിലൊരു ഉപദേശം തന്നെയായിരുന്നു മാതാവിനെ കൈവിടരുത്. എന്നിട്ട് അന്ന് കുണ്ടുകുളം പിതാവ് പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒരു അമ്മ കുഞ്ഞിനെ തല്ലുമ്പോൾ ആ കുഞ്ഞ് അമ്മയിൽ നിന്ന് ഓടിപ്പോകാതെ അടി എത്രത്തോളം ശക്തമായി കിട്ടുന്നോ അത്രത്തോളം അമ്മയെ മുറുകി പിടിക്കാറുണ്ട്. ഇതുപോലെ കുണ്ടുകുളം പിതാവ് എന്നോട് പറഞ്ഞത്, അനി ജോർജിന് ഒരുപാട് അടികൾ ഈ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്നും ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോഴുള്ള വെല്ലുവിളികൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അമ്മയെ മുറുകെ പിടിക്കുക. സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ അമ്മയെ മുറുകെ പിടിക്കുക. അമ്മ ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ടാണ് അമ്മയിൽ ശരണപ്പെടുന്ന ഒരുവനെയും ഒരു നാളും അമ്മ തള്ളിക്കളയില്ല എന്ന് നാം വിശ്വസിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ തൃശ്ശൂർ ജീവിതത്തിൽ 1990 ഒരു കരിസ്മാറ്റിക് ധ്യാനം ആദ്യമായിട്ട് ഞാൻ കൂടാൻ പോകുന്നത് കൊളുത്തുവയലിലെ വർക്കിയച്ചൻ്റെ ധ്യാനമാണ്. ആ ധ്യാനത്തിൽ എന്നെ കൗൺസിലിംഗ് ചെയ്ത കന്യാസ്ത്രീ അമ്മ ഒരു മെസ്സേജ് എനിക്ക് തന്നു. ആ മെസ്സേജിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ പറയുന്നു, ബ്രദറിൻ്റെ ജീവിതം മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ളതാണ്. ഈ ഒരു ചിന്തയുമായിട്ട് ധ്യാനം കഴിഞ്ഞ് ഇവിടെ എത്തുന്നു. വീണ്ടും 92 ജോലി രാജിവെച്ച് മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്.
പലരും വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. കാരണം കുടുംബജീവിതം നയിക്കാനുള്ള ആളാണ്. നാളെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കുക, അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് വിളിച്ചതുകൊണ്ട് അവനിൽ ആശ്രയിച്ച് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥ ശക്തിയിൽ വിശ്വസിച്ച് 92 ഞാൻ ജോലി രാജിവെക്കുകയും മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. 2 വർഷം തൃശ്ശൂർ അതിരൂപതയിൽ പ്രവർത്തിച്ചു. 94 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അന്നു മുതൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും കോട്ടയിലും ജെറുസലേം ധ്യാന കേന്ദ്രം, കൊളുത്തുവയലിൻ്റെ തന്നെ ജോർദാനിയ ധ്യാന കേന്ദ്രം, ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന ഗുരുക്കളുമായി ചേർന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നു. ൽ മാതൃഭക്തിയും ജപമാല ഭക്തിയും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപം കൊടുക്കുവാൻ ആത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ തീരുമാനമെടുത്തു. അങ്ങനെ ക്യൂൻ മേരി മിനിസ്ട്രി എന്ന പേരിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ട്രസ്റ്റ് രൂപം കൊടുത്തു. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുവാൻ അന്നത്തെ കരിസ്മാറ്റിക് ഡയറക്ടർ അച്ഛൻ ഫാദർ ഷാജൻ തേർമടം അച്ഛനോട് ഈ കാര്യം ഷെയർ ചെയ്യുകയും അച്ഛൻ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയിലാണ് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നത്. അച്ഛൻ പറഞ്ഞ വാക്കിതാണ്, ഈ വീട് ഒരു ആയുധപ്പുരയാക്കി മാറ്റണം. ആയുധപ്പുര എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജപമാലയാകുന്ന ആയുധം നിർമ്മിക്കുന്ന ഒരു ഇടമായിട്ട് ഈ വീട് മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ജപമാല നിർമ്മാണത്തിൻ്റെ ആരംഭം. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ജപമാല നിർമ്മിക്കാൻ കഴിവുള്ള 4 സഹോദരിമാരെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കുകയും ഞങ്ങളുടെ വീട്ടിൽ ജപമാല നിർമ്മിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ജപമാല നിർമ്മിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ ഏതാണ്ടൊരു 60,000-നടുത്ത് ജപമാല നിർമ്മിച്ചു കഴിഞ്ഞു. മാതാവ് ജപമാല നിർമ്മിക്കാൻ പറഞ്ഞു, നിർമ്മിച്ചു. പക്ഷെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യവുമായിട്ട് നിൽക്കുമ്പോഴാണ് 2002 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2002 ജപമാല വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞാനന്ന് പൊട്ടിക്കരഞ്ഞൊരു ദിനമായിരുന്നു. കാരണം 2 വർഷങ്ങളായിട്ട് ജപമാല നിർമ്മിച്ച് 60,000-നടുത്ത് ജപമാലയുമായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് സാർവത്രിക സഭയിൽ ജപമാല വർഷത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ എന്തുമാത്രം വിലയാണ് ജപമാലയ്ക്ക് കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവ് കിട്ടിയപ്പോഴാണ് സന്തോഷാധിക്യത്താൽ കരഞ്ഞുപോയത്. 2002 ഡിസംബറിൽ എൻ്റെ ഇടവകപ്പള്ളിയായിരുന്ന പുത്തമ്പള്ളി ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് അഭിവന്യ തുങ്കുഴി പിതാവ് ഈ ജപമാല പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യേ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിനമായിരുന്നു. പിന്നീട് ഏതാണ്ട് 18ഓളം ജപമാല സഖ്യങ്ങൾ തൃശ്ശൂർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നിർമ്മിക്കുന്ന ജപമാലകൾ പ്രത്യേകിച്ച് വേളാങ്കണ്ണി ദേവാലയത്തിലും ചില ധ്യാന കേന്ദ്രങ്ങളിലും ചില ധ്യാന ഗുരുക്കന്മാരുടെ കൺവെൻഷനുകളിലും പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ലക്ഷക്കണക്കിന് ജപമാലകൾ നിർമ്മിക്കാനും ലക്ഷക്കണക്കിന് ജപമാലകൾ പ്രചരിപ്പിക്കുവാനും അതുവഴി ദൈവം ഇടയാക്കി. സ്നേഹമുള്ളവരെ, ജപമാല നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ 2 കണ്ടെയ്നറോളം ഇമ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചു. പിന്നീട് ഈ ജപമാലകളെല്ലാം നിർമ്മിക്കുകയും ഏതാണ്ട് കോവിഡിൻ്റെ ആ കാലഘട്ടം വരെ ഈ ജപമാലകളെല്ലാം പ്രചരിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. കോവിഡിൻ്റെ ആരംഭം മുതൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. കാരണം കൂട്ടായ്മകളിൽ ഈ ജപമാല നിർമ്മിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ദൈവമേ, എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് നിരന്തരം ജപമാല പ്രാർത്ഥിച്ച് ആവശ്യപ്പെടാറുണ്ടായിരുന്നു, എന്താണ് ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിലായിരുന്നു പെട്ടെന്ന് എനിക്ക് കൊൽക്കത്തയിലുള്ള മദർ തെരേസ ഹോമിൻ്റെ മദർ സുപ്പീരിയറിനെ കാണാനായിട്ട് കൊൽക്കത്ത വരെ പോകേണ്ടതായിട്ട് വന്നു. കൊൽക്കത്തയിലെ മദർ തെരേസയുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ
പരിശുദ്ധ കന്യകാമറിയം മദർ തെരേസയ്ക്ക് വിഷൻ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രധാന വിഷയം ജപമാല പ്രചരിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ളൊരു വിഷനായിരുന്നു. അപ്പോൾ ആ മദർ സുപ്പീരിയറോട് ക്യൂൻ മേരി റോസറിയെക്കുറിച്ച് പങ്കുവെക്കുകയും മദർ തെരേസയുടെ ലോകമെമ്പാടുമുള്ള 700 ചില്ലാനം ഭവനങ്ങളിലൂടെ, അവരുടെ ഹൗസസിലൂടെ ഈ ജപമാല പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ മദർ സുപ്പീരിയർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മദർ തെരേസയുടെ ഹൗസസിലൂടെ ക്യൂൻ മേരി റോസറി പ്രചരിപ്പിക്കാനുള്ളൊരു ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ജപമാല മാത്രമായിട്ടല്ല കൊടുക്കുക, അതെങ്ങനെ നിർമ്മിക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ കാർഡും, അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട അലന് പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന 15 വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പ്രിൻ്റ് ചെയ്തൊരു കാർഡ് ഉൾപ്പെടെ ഒരു പ്രെയർ കിറ്റായിട്ടാണ് അത് കൊടുക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം ജപമാല മദർ തെരേസയുടെ ഹൗസസിലൂടെയും അതുപോലെ ഇപ്പോൾ ഇന്ത്യയിലുള്ള മിഷണറി ഏരിയയിലേക്ക് ജപമാല ആവശ്യപ്പെട്ടിട്ട് കുറേ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ആ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങൾ നിർമ്മിക്കുന്ന ജപമാലകളെല്ലാം തന്നെ മിഷൻ ഏരിയയിൽ പ്രിയപ്പെട്ടവരെ നൽകി വരുന്നു. ഈ ജപമാലകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. വലിയൊരു സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിലും ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ജപമാല ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ ത്രിത്വമേ, ജപമാല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രചരിപ്പിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളാണ് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജപമാല നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചില വ്യക്തികളും സമൂഹങ്ങളും നൽകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ പദ്ധതി ഇപ്പോൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 8 ജപമാല യൂണിറ്റുകൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ ജപമാല നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ജപമാല, പൊട്ടാത്ത രീതിയിൽ ഒരു കമ്പി കൊണ്ട് നിർമ്മിക്കുന്ന ഒരു ജപമാല യൂണിറ്റ് അവിടെ രൂപം കൊടുത്തു. അവിടെയും ആ ജപമാല നിർമ്മാണം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഈ ജപമാല എത്തിക്കാനുള്ള, പ്രചരിപ്പിക്കാനുള്ള വലിയൊരു ദൗത്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിന് യാതൊരു കുറവുമില്ലാതെ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടും പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങൾ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. മാത്രമല്ല, ഈ ജപമാല നിർമ്മിക്കുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ചില ദൈവിക ദർശനങ്ങളൊക്കെ ലഭിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള നിയോഗങ്ങൾ ജപമാല പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ജപമാല നിർമ്മാണ യൂണിറ്റുകളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിനു വേണ്ടി പ്രത്യേകം ജപമാല പ്രാർത്ഥിക്കണമെന്ന് സഭാപിതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മാർപ്പാപ്പമാരെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലും ജപമാല പ്രാർത്ഥനയെ ഉയർത്തി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാല എന്നുള്ള അപ്പസ്തോലിക ലേഖനം തന്നെ 2002 ഒക്ടോബർ 12 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും 9 കാര്യങ്ങളാണ് പോപ്പ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ക്രിസ്തുവിൻ്റെ മുഖം ധ്യാനിക്കുവാനുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയും ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഓരോ ജപമാല പ്രാർത്ഥിക്കുമ്പോഴും ഓരോ ജപമാല നിർമ്മിക്കുമ്പോഴും മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ജപമാല പ്രാർത്ഥിക്കുന്നവർക്കും ജപമാല പ്രചരിപ്പിക്കുന്നവർക്കും ദൈവം നൽകുന്ന ഏറ്റവും മനോഹരമായൊരു വാഗ്ദാനം. പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ ക്രിസ്തുവിൻ്റെ മുഖം ധ്യാനിക്കുക. രണ്ടാമത് പോപ്പ് പറയാറുള്ളത് സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായി പോരാടാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിരിക്കണം ജപമാല. അതുകൊണ്ടാണ് 2000 ഈ ആയുധത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ കരിസ്മാറ്റിക് ഡയറക്ടർ അച്ഛനായിരുന്ന ഷാജൻ തേർമടം അച്ഛൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആഴങ്ങൾ പിന്നീട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇന്ന് വിശ്വാസികൾ കയ്യിലെടുക്കേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം, പ്രത്യേകിച്ച് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശക്തമായ ആയുധമാണ് പ്രിയപ്പെട്ടവരെ ജപമാല.
ഇനി ജപമാലയെക്കുറിച്ചുള്ള അടുത്ത കാര്യങ്ങളൊക്കെ തന്നെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ജപമാല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, കർത്താവ് നിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നീളവും വീതിയും അനുഭവിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരവും ആഴവും നീളവും വീതിയും അനുഭവിച്ചറിയുവാൻ നാം കയ്യിലെടുക്കേണ്ട ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനാ രൂപമാണ് ജപമാലയെന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥിക്കുകയും ജപമാല പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാകാൻ നാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ പ്രാർത്ഥനാ രൂപമാണ് ജപമാല പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും. ഒരിക്കൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യഥാർത്ഥ മരിയഭക്തിയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ തീർത്ഥാടനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയായി തീരണം. ഈ യഥാർത്ഥ മരിയഭക്തിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനാ രൂപമാണ് ജപമാല പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, ഒരിക്കലൊരു സഭാപിതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇരുട്ടിലും വായിക്കാവുന്ന സുവിശേഷമാണ് ജപമാല. ഇരുട്ടിലും വായിക്കാവുന്ന സുവിശേഷമാണ് ജപമാല. അനുദിന ജീവിതത്തിൽ ജപമാല കയ്യിലേന്തി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോലും ജപമാല പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഈ ശക്തമായ ആയുധം കയ്യിലേന്തി പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് എന്തെല്ലാം ചെയ്യണമെന്ന് പ്രത്യേകിച്ച് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഏൽപ്പിക്കുന്ന കടമകളും ഉത്തരവാദിത്വവും ശുശ്രൂഷകളും നയിക്കുവാൻ വേണ്ട ശക്തി ആർജിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ ജപമാല നിരന്തരം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായിട്ട് ഉയരേണ്ട ആവശ്യമുണ്ട്. 2004 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഉച്ച കഴിഞ്ഞൊരു ദീർഘനേരത്തെ പ്രസംഗം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് അവിടെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടി വന്ന് ഇരിക്കുകയാണ്. ഡയറക്ടർ അച്ഛനെ കാണണം, അച്ഛൻ സ്ഥലത്തില്ല. അങ്ങനെ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ഇടവന്നപ്പോഴാണ് അവൾ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായൊരു പെൺകുട്ടിയാണ്. വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രതിസന്ധിയിൽ അവൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊരു കുട്ടികളുടെ ധ്യാനം ഡിവൈനിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകളുമായി അവൾ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ അവിടെ അഭയം പ്രാപിച്ചതാണ്. അവളുടെ ഈ പ്രതിസന്ധി കണ്ടപ്പോൾ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മ എന്ന ഉള്ളിൽ വിളിക്കാറുണ്ട്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ ദൈവമാതാവേ എന്ന് അറിയാതെ ഉള്ളിൽ എപ്പോഴും വിളിക്കാറുണ്ട്. ആ വിളിയിൽ ഉള്ളിലൊരു ശക്തമായൊരു പ്രേരണ ലഭിക്കുകയാണ്. ഇവളെ എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാനും സുരക്ഷിതമായൊരു സ്ഥലത്ത് എത്തിക്കാനുമായിട്ടുള്ളൊരു പ്രേരണയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. ഇങ്ങനൊരു പെൺകുട്ടി ഗർഭിണിയാണ്, അഭയം പ്രാപിച്ച് വന്നിട്ടുണ്ട്, ഇവിടെ നിർത്താൻ പറ്റില്ല. അങ്ങനെ അവളുടെ സമ്മതത്തോടു കൂടെ ആ പെൺകുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് രാത്രി അവളുടെ വേദനയും പ്രയാസവും അറിഞ്ഞപ്പോൾ അവളെ ഞങ്ങളെ സംരക്ഷിക്കുവാനായിട്ടുള്ള തീരുമാനമെടുത്തു. അവളുടെ അപ്പനും അമ്മയും അടുത്ത ദിവസം വീട്ടിൽ വന്നു. ഇവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു, അതിൻ്റെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. അവസാനം അവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇവളെ വേണ്ട. അങ്ങനെയാണ് ഈ ഒരു ശുശ്രൂഷ ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ആ പെൺകുട്ടിയുടെ വൈകാരിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവളോട് ആദ്യം ഞാൻ പറഞ്ഞത്, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിൻ്റെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുക. ഈശോയ്ക്ക് ജന്മം കൊടുക്കാനായി പരിശുദ്ധ കന്യകാമറിയം അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളൊക്കെ അവളോട് ഞാൻ പങ്കുവെച്ചു.
അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയുടെ കരങ്ങളിൽ നിന്നെ പരിശുദ്ധ കന്യകാമറിയത്വത്തിലൂടെ ഏൽപ്പിക്കുമ്പോൾ അവിടെ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ഉള്ളിലെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചു. ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ജപമാലയൊന്നും വേണ്ട വിധം പ്രാർത്ഥിക്കാൻ അവൾക്ക് അറിവില്ലായിരുന്നു. അവളെ ജപമാല പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു, ജപമാല നിർമ്മിക്കാനായിട്ട് അവളെ പഠിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിലെ പ്രകടമായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. പരിശുദ്ധ കന്യകാമറിയം അത്ഭുതകരമായി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇടപെട്ടു. അവൾ പിന്നീട് ഒരു വലിയൊരു മരിയ ഭക്തിയായിട്ട് മാറുകയും ചെയ്തു. പ്രസവം അടുത്തപ്പോൾ നല്ലൊരു ആൺകുട്ടിയെ അവൾ പ്രസവിച്ചു. പിന്നീട് അവളുടെ വീട്ടുകാർ വന്ന് അവളെ തിരിച്ചു കൊണ്ടുപോയി ആ കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിച്ചു. പിന്നീടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് നിഷ്ഠൂരമായി കൊന്നുകളയാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. ഞാൻ എന്നും പറയാറുണ്ട്, പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ് ഈ ശുശ്രൂഷ ഞങ്ങളെ ഏൽപ്പിച്ചത്. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് 24ഓളം കല്യാണത്തിന് മുൻപ് ഗർഭിണികളായ പെൺകുട്ടികൾക്ക് അഭയം കൊടുക്കാനും അവർ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് ഗവൺമെൻറ് നിയമാനുസൃതമായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ആരംഭിച്ചു. അങ്ങനെ അതിനു വേണ്ട ലൈസൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തക്ക സമയത്ത് ലഭിച്ചു. ഇതിൻ്റെ ഓരോ ആവശ്യങ്ങളിലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിൽ ശരണപ്പെടുന്നൊരു സ്വഭാവം ഞങ്ങളിലുണ്ടായി. കാരണം വലിയ വെല്ലുവിളി നിറഞ്ഞൊരു ശുശ്രൂഷയാണിത്. പ്രത്യേകിച്ച് വിവാഹത്തിന് മുൻപ് ഗർഭിണികളാകുന്ന പെൺകുട്ടികൾക്ക് അഭയം കൊടുക്കുക, അവരുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ ഏറ്റെടുക്കുക, അവരുടെ കുഞ്ഞിനെ വളർത്തുക, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ ശുശ്രൂഷയുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രകടമായിട്ട് അമ്മയുടെ ശക്തമായ ഇടപെടൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വരുന്ന ഗർഭിണികളോടൊക്കെ തന്നെ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെടുക ജപമാല കയ്യിലേന്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ജപമാല കയ്യിലേന്തി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള മുറിവുകൾ സുഖം പ്രാപിക്കുന്നു, ഉദരത്തിലുള്ള കുഞ്ഞിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു, അവരുടെ കുറ്റബോധവും പ്രയാസങ്ങളെല്ലാം തന്നെ മാറുവാനായിട്ട് അതിടയാക്കുന്നു. അത് പ്രകടമായിട്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലൂടെയും കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ ഏതാണ്ട് നാളിതുവരെ 300-ലേറെ ഗർഭിണികൾക്ക് അഭയം കൊടുക്കുവാനായിട്ട് ക്യൂൻ മേരി ഫൗണ്ട്ലിംഗ് ഹോമിന് സാധിച്ചു. അവർ പ്രസവിച്ച് ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നിയമാനുസൃതമായി ദത്ത് നൽകുന്ന അംഗീകാരം ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകി. ഏതാണ്ട് 251ഓളം കുഞ്ഞുങ്ങൾക്ക് വളരാൻ വീടും വളർത്താൻ മാതാപിതാക്കളെയും ദൈവം നൽകി. സ്നേഹമുള്ളവരെ, ആ ഒരു ശുശ്രൂഷ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ശക്തി സ്രോതസ്സായിട്ട് ഞങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ നയിക്കുവാൻ ആവശ്യമായ ആത്മധൈര്യവും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പതറിപ്പോകാതെ കർത്താവിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷ നയിക്കുവാനുമുള്ള പ്രേരക ശക്തിയും എല്ലാം തന്നെ പരിശുദ്ധ അമ്മയിലൂടെയും പ്രത്യേകിച്ച് സമർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥനകളിലൂടെയും നേടുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ശുശ്രൂഷകൾ ചെയ്യാനായിട്ടൊരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ കന്യകാമറിയം ഇടപെടും. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഈ ശുശ്രൂഷയിൽ ആയിരുന്നവർക്ക് വേണ്ടി, ഈ ശുശ്രൂഷ നയിക്കുന്നവർക്ക് വേണ്ടി നിരന്തരം ജപമാല കൈലേന്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുദിന ജീവിതത്തിൽ നിന്റെ സകല ആവശ്യങ്ങളിലും അമ്മ പ്രത്യേകമായി ഇടപെടുന്ന 100,000 അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച അതേ വാക്ക് തന്നെയാണ്. അമ്മയിൽ ശരണപ്പെടുന്ന ഒരുവനെയും ഒരു നാളും പരിശുദ്ധ കന്യകാമറിയം കൈവിടില്ല.